മടങ്ങി വരുമ്പോൾ സുപ്രധാനമായ ഒരു ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. CPM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ, തോൽവി പരിശോധനകൾക്കിടയിൽ CPM വിലയിരുത്തത് പരമ്പരാഗതമായ വോട്ട് ബാങ്കിലുണ്ടായ വലിയ ചോർച്ചയാണ്. ഈ ചോർച്ച എങ്ങനെ സംഭവിച്ചു എന്നത് CPMനെ കുഴയ്ക്കുന്ന പ്രശ്നങ്ങളാണ്. പല കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈഴവ വോട്ട് ബാങ്കുകളിലുണ്ടായ ചോർച്ചയാണ്. ഈ കനത്ത തോൽവിക്ക് കാരണം ഇത്തരം ഒരു ചോർച്ച എന്നതാണ് പ്രധാനമായും CPMന്റെ വിലയിരുത്തൽ. പരമ്പരാഗത വോട്ടുകളുണ്ടായ ഈ നഷ്ടം എങ്ങനെ പരിഹരിക്കുമെന്ന ഗൗരവമായ ചർച്ചകളിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന CPM സംസ്ഥാന നേതൃയോഗങ്ങൾ ഉണ്ടായത്. പ്രാദേശിക തലത്തിൽ നടക്കുന്ന ചർച്ചകളിലും ഇന്നു മുതൽ സംഭവിക്കുന്നതും അതുതന്നെയാണ്. ഓരോ മണ്ഡലങ്ങളിലും ഉണ്ടായ വോട്ട് നഷ്ടം CPM നേതൃത്വം വിശദമായി വിലയിരുത്തിയിട്ടുണ്ട്. ദീർഘകാല അജണ്ടയിട്ട് സംഘപരിവാർ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഈഴവ വോട്ടുകൾ നഷ്ടമാക്കിയത് എന്നതാണ് CPMന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ തോൽവിക്ക് പ്രധാന കാരണമായി CPM വിലയിരുത്തുന്നതും ഇതുതന്നെയാണ്. എന്നാൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ CPM വോട്ട് ബാങ്കിലുണ്ടായ ഈ വോട്ട് ചോർച്ച എങ്ങനെ പരിശോധിക്കുന്നു എങ്ങനെ സംഭവിച്ചു എന്ന വിശദമായ ഒരു പരിശോധനയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആർ കിരൺ ബാബു ഉണ്ട്, ഒപ്പം വിവി അരുൺ, ശരണ്യ സ്നേഹജനമുണ്ട്. യെസ്, ആദ്യം വിവി അരുണിലേക്ക് വരുമ്പോൾ, അരുൺ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ തോൽവിയുടെ കാരണവും ഇനി അങ്ങോട്ടുള്ള തെറ്റുതിരുത്തൽ രേഖയുടെ അംഗീകാരവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് നടന്നത്. CPM സംസ്ഥാന സെക്രട്ടറി അക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഇന്ന് മുതൽ പ്രാദേശിക തലത്തിലുള്ള റിപ്പോർട്ടിംഗ് ആരംഭിക്കുകയാണ്. അത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കും. ആദ്യഘട്ടത്തിൽ ജില്ലകളിൽ നടക്കുന്ന ഈ ചർച്ചയിൽ നേരത്തെ നമ്മൾ വിലയിരുത്തിയ ഈഴവ വോട്ട് ബാങ്കുകളുണ്ടായ ചോർച്ച, ഒപ്പം തന്നെ അടിസ്ഥാന വർഗ CPMനെ കൈവിട്ടോ എന്ന പരാതി അല്ലെങ്കിൽ ആശങ്ക, ഈ വിഷയങ്ങളിലൊക്കെ ഗൗരവമായ ചർച്ച പ്രാദേശിക തലത്തിൽ നടക്കുമോ? നമ്മൾ അങ്ങനെ കരുതേണ്ടതുണ്ടോ? അങ്ങനെ തന്നെ കരുതണം. കാരണം സംസ്ഥാന സമിതിക്ക് നൽകാനായി എല്ലാ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. 20 പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളുടെയും റിപ്പോർട്ട് നേരിട്ട് പല മണ്ഡലം കമ്മിറ്റി ചെയർമാൻമാരും AK സല്ലത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കൈമാറിയിരുന്നു. ജില്ലാ കമ്മിറ്റികളുടെയും ജില്ലാ സെക്രട്ടേറിയറ്റുകളുടെ റിപ്പോർട്ടുകൾക്ക് ഉപരി അതിനു പുറമെയാണ് ഇത്തരം മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് വിവരങ്ങൾ റിപ്പോർട്ടായി CPM സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത്. അതുകൂടി വച്ചുകൊണ്ടാണ് അദ്ദേഹം സംസ്ഥാന സമിതിയിലും സെക്രട്ടറിയിലും അവതരിപ്പിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ അന്ന് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു വികാരം അവിടെ പങ്കെടുത്ത നേതാക്കൾ, അതായത് സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കാകും മിക്കയിടത്തും ചുമതല, അത്തരം നേതാക്കൾ ചിലർ സംസ്ഥാന സമിതി അംഗങ്ങൾക്കുമായിരുന്നു. അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എവിടെയെങ്കിലും സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം അടക്കം ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ആറ്റിങ്ങൽ മണ്ഡലത്തിനകത്തും ഒരു കാര്യം നമ്മൾ കണ്ടത്, ആറ്റിങ്ങലിന്റെ ചുമതലയുണ്ടായിരുന്ന ആനാവൂർ നാഗപ്പൻ, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി അംഗം, അദ്ദേഹം ഭരണവിരുദ്ധ വികാരം എന്നത് ആ റിപ്പോർട്ട് ഉൾക്കൊള്ളു ചെയ്തില്ല. പക്ഷേ രൂക്ഷമായ വിമർശനം അതിനെതിരെ ഉണ്ടായി. പല ഏരിയ സെക്രട്ടറിമാരും അടക്കമുള്ളവർ നിങ്ങൾ എത്ര ഒളിപ്പിച്ചാലും സംസ്ഥാന സമിതിയിൽ നിന്ന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തിരികെ വരുമ്പോൾ ഞങ്ങൾ ഇക്കാര്യം തുറന്നു പറയും, ഭരണവിരുദ്ധ വികാരം ഉണ്ട്, അതുതന്നെയാണ് ആറ്റിങ്ങൽ തോൽവിക്ക് കാരണമായത്. അങ്ങനെ പല മണ്ഡലങ്ങളിലും അത്തരം നിലപാടുള്ള താഴെത്തട്ടിലുള്ള നേതാക്കളുണ്ട്. അവർ സ്വാഭാവികമായും ഈ വിഷയങ്ങൾ ചർച്ച നടത്തും. പ്രത്യേകിച്ച് സംസ്ഥാന സമിതിയിൽ സംസ്ഥാന സെക്രട്ടറിയിലുമൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഭരണത്തിന് പൊതുവിൽ എതിരെ വലിയ വികാരം ഉയരുമ്പോൾ സ്വാഭാവികമായും കീഴ്ഘടകങ്ങൾ വെറുതെ ഇരിക്കില്ല. അവിടെയാണ് ഈ ജനവികാരത്തിന്റെ യഥാർത്ഥ പൾസറിയാൻ കഴിയുന്നത്. താഴേക്ക് പോകുന്തോറുമാണ് അത് ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും പിന്നെ താഴേക്ക് കൂടുതൽ പോകുമ്പോൾ ലോക്കൽ തലങ്ങൾ വരെ എത്തുമ്പോൾ യഥാർത്ഥ ജനവികാരം അറിഞ്ഞ നേതാക്കൾ അവിടെയാണുള്ളത്. അവിടെ രൂക്ഷമായ ചർച്ച. പക്ഷേ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും നടന്നതിൽ എത്രയോ ഇരട്ടി വിമർശനം മുഖ്യമന്ത്രിക്കും ഭരണത്തിനും പാർട്ടി നേതൃത്വത്തിനും വരെ ഉയരുമെന്ന ഉറപ്പാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി കണ്ണൂരിലാണ് ശ്രദ്ധിക്കേണ്ടത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ചേരുന്നു. വയനാട് അടക്കമുള്ള ജില്ലകളിലും ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ട്. കണ്ണൂരിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ എതിർപ്പ് ഉണ്ട് എന്നാണ് പൊതുവിൽ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലും ശക്തമായ വിമർശനം നേതൃത്വത്തിനെതിരെ, ഭരണ നേതൃത്വത്തിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ ഉയർന്നു വരും. അവിടങ്ങളിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി അതുകൂടി പരിഗണിച്ചാകും CPM തെറ്റുതിരുത്തൽ രേഖയിലേക്കും അതുപോലെ തന്നെ സർക്കാരിന് മുൻഗണനാ ക്രമം നിശ്ചയിക്കുമ്പോൾ അതിന്റെ മുൻഗണനയിലേക്ക് കാര്യങ്ങൾ പോവുക. കീഴ്ഘടകങ്ങളിൽ അതിശക്തമായ വിമർശനം CPM നേതൃത്വം പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി കണ്ണൂരിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുമൊക്കെ മറ്റ് ജില്ലകളിലും പങ്കെടുക്കും. നാളെ മുതൽ ജില്ലാ കമ്മിറ്റികൾ ചേരുന്നുണ്ട്. അതിനുശേഷം മേഖലാ യോഗങ്ങൾ, അതായത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വരെ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 4 മേഖലകളിലായി തെക്കൻ മേഖല, അത് കൊല്ലത്താണ് യോഗം ചേരുന്നത്. അത്തരത്തിൽ മേഖലാ യോഗങ്ങൾ ചേരും. അവിടെയും ഇത്തരം വിമർശനങ്ങൾ, രൂക്ഷമായ ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ നടക്കുമെന്ന് ഉറപ്പാണ്. അതിനുശേഷം ലോക്കൽ തലങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങളെ, പാർട്ടി അനുഭാവികൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട്
പ്രത്യേക യോഗങ്ങൾ വിളിക്കാൻ തീരുമാനമുണ്ട്. ആ രീതിയിൽ കീഴ്ഘടകങ്ങൾ ബ്രാഞ്ച് തലം വരെ പോയുള്ള ചർച്ചകളാണ് CPM ലക്ഷ്യമിടുന്നത്. അവിടെ നിന്നാണ് CPM തിരുത്തൽ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെല്ലാം ക്രോഡീകരിച്ചാകും തിരുത്തൽ രേഖയും അതുപോലെ സർക്കാരിന്റെ മുൻഗണനയും CPM നിശ്ചയിക്കുക. ഏതായാലും സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് എത്ര രൂക്ഷമായ പ്രതികരണം ഉയർന്ന സാഹചര്യത്തിൽ കീഴ്ഘടകങ്ങളിൽ അതിലും വലിയ പ്രതികരണം തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. അരുൺ എന്തായാലും തുടരുക. 23% കേരള ജനസംഖ്യയുടെ 23% വരുന്ന ഈഴവ വോട്ടുകൾ അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നത് CPM-നെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നമാണ്. CPM-ന് പരമ്പരാഗത വോട്ടുകൾ പൂർണ്ണമായും ഹിന്ദു വോട്ടുകളാണ് പരമ്പരാഗതമായി CPM ലഭിച്ചിരുന്നു എന്ന് ആ പാർട്ടി തന്നെ സമ്മതിക്കുന്ന വോട്ടുകളാണ്. പക്ഷേ ഇത്തവണ ഈ പരമ്പരാഗതമായി ഈഴവ വിഭാഗം, ഹിന്ദു വിഭാഗത്തിലെ ഏറ്റവും പ്രധാന ഈഴവ വിഭാഗം നൽകിയിരുന്ന പിന്തുണ എങ്ങനെ നഷ്ടമായി എന്നത് CPM-നെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. കാരണം ഈ വോട്ട് ചോർച്ച അത് പരിഹരിക്കാൻ കഴിയുമോ, ആ ഓട്ടയെ അടയ്ക്കാനാകുമോ എന്നത് CPM-നെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നം തന്നെയായി മാറുകയാണ്. നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് ഈ ഈഴവ വോട്ടുകൾ ചോർന്നത് എന്ന കാര്യം. കിരൺ, വിശദമായി പരിശോധിക്കുമ്പോൾ CPM-ന് പല കണക്കുകളും ഉണ്ടാവും. പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു കണക്കല്ലെങ്കിൽ കൂടിയും 23% വരുന്ന സംസ്ഥാന ജനസംഖ്യയുടെ 23% ഈഴവ വോട്ടുകളാണ്. ഈ ഈഴവ വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും CPM-നെ പിന്തുണയ്ക്കുന്നവരാണ്. അത് CPM ഈഴവരെല്ലാവരും CPM-നെ പിന്തുണയ്ക്കുന്നു എന്നല്ല, പക്ഷേ സംസ്ഥാനത്തിൻ്റെ ചില പോക്കറ്റുകളിലെങ്കിലും സംഭവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ്. 2 ഇടങ്ങളിലെ തോൽവി, ആറ്റിങ്ങൽ ഒപ്പം തന്നെ ആലപ്പുഴ, അവന് കൃത്യമായ ചിത്രം പരിശോധനയിലും അത് വ്യക്തമാണ് താനും. എങ്ങനെ സംഭവിച്ചു CPM-നെ ഈ ചോർച്ച, ഈ നഷ്ടം? നമുക്ക് എങ്ങനെ അത് വിശദമാക്കാം കിരൺ? സജിത്ത്, ഏറ്റവും പ്രധാനമായും CPM-ന്റെ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ CPM-നെ സംബന്ധിച്ച് ഈഴവ വിഭാഗം CPM-ന്റെ നട്ടെല്ലാണ്. പാർട്ടി സെക്രട്ടറി തന്നെ തുറന്നു പറയുകയാണ്, കാലാകാലങ്ങളായി ഒരു വിഭാഗം എന്ന നിലയ്ക്ക് CPM-ന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കേരളത്തിലെ ഈഴവ വിഭാഗമാണ്. ഈഴവ വിഭാഗത്തിന്റെ മഹാഭൂരിപക്ഷം പേരും പലപ്പോഴും CPM-ന്റെ തന്നെ ഒരു കണക്കനുസരിച്ച് 60 മുതൽ 70% വരെ ആളുകളും ഇടതു മുന്നണിക്ക് അല്ലെങ്കിൽ CPM-ന് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ബാക്കി വരുന്ന ഒരു 30%-ഓളം ആളുകളാണ് UDF-ന് ഒപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ 20 മുതൽ 30 വരെ എന്നുള്ള ഒരു കണക്കാണ്. അത് കഴിഞ്ഞ് വന്നാൽ 10% ആളുകൾ മാത്രമായിരുന്നു മുമ്പൊക്കെ BJP-യെ പിന്തുണച്ചിരുന്നത്. ഈഴവ വിഭാഗത്തിൽ നിന്ന് അങ്ങനെ CPM-ലേക്കോ കോൺഗ്രസിലേക്കോ അല്ലാതെ BJP-യിലേക്ക് ഒരു ഒഴുക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എല്ലാ കാലത്തും അടിസ്ഥാന വോട്ട്, CPM-ന്റേതായാലും ഇടതു പാർട്ടികളുടേതായാലും അടിസ്ഥാന വോട്ട് എന്ന് പറയുന്നത് ഈഴവ വോട്ടും മറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ വോട്ടുമായിരുന്നു. മറ്റു വോട്ടുകളെല്ലാം കാലാകാലങ്ങളിൽ വന്നു ചേരുന്നതൊക്കെയാണ്. ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ ചോദിച്ചേക്കാം, നിങ്ങൾ എങ്ങനെയാണ് കൃത്യമായി ഈഴവ വോട്ട് നായർ വോട്ട് എന്നൊക്കെ തിരിക്കുന്നത്? ചില കാലങ്ങളിൽ ഏതെങ്കിലും ഒരു ജാതിക്കെതിരായ വികാരങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ എതിരായ വികാരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്തരം ജാതി വോട്ടുകൾ ക്രോഡീകരിക്കാനുള്ള സാധ്യത പലപ്പോഴുമുണ്ട്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ജയിക്കാൻ കഴിയുന്ന നേതാക്കളും അല്ലെങ്കിൽ ജാതി വോട്ടുകൾ ഒട്ടും ഘടകമാകാത്ത നിരവധി തെരഞ്ഞെടുപ്പുകളും നേതാക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത CPM തന്നെ വിലയിരുത്തിയതുപോലെ, അതിനു മുമ്പ് തന്നെ ആളുകൾ വിലയിരുത്തിയതുപോലെ, CPM-ന് എല്ലാ കാലത്തും ഉറച്ചു നിന്നിരുന്ന ഈഴവ വോട്ട് ബാങ്കിനകത്ത് വലിയ തോതിൽ ഇടിവ് വന്നിരിക്കുന്നു. ആ ഇടിവിന്റെ ലാഭം ഉണ്ടാക്കിയത് കേരളത്തിലെ BJP-ആണ്. അത് നമുക്ക് വിശദമായി തന്നെ മണ്ഡലങ്ങൾ, ഏറ്റവും പ്രധാനമായി 2 മണ്ഡലങ്ങൾ എടുത്താൽ അത് നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. അത് ഒന്ന് ആറ്റിങ്ങലും ഒന്ന് ആലപ്പുഴയുമാണ്. ഈ 2 മണ്ഡലങ്ങളിലാണ് ഷിഫ്റ്റ് തിരിച്ചറിയാൻ വ്യക്തമായ ഈഴവ മെജോറിറ്റിയുള്ള പല സ്ഥലങ്ങളിലും CPM ഇതിന് വോട്ട് ഒന്നാം സ്ഥാനത്ത് നിന്ന സ്ഥലങ്ങൾ, ഒരിക്കൽ പോലും പഞ്ചായത്ത് ഭരണം CPM-ന് നഷ്ടമായിട്ടില്ലാത്ത സ്ഥലങ്ങൾ, അവിടെയൊക്കെ BJP എങ്ങനെ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു? സ്വാഭാവികമായും അവിടുത്തെ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് അത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വോട്ടിന്റെ ഷിഫ്റ്റ് CPM-ൽ നിന്ന് ഉറച്ചു നിന്നിരുന്ന ഒരു വിഭാഗം CPM-ൽ നിന്ന് വലിയ തോതിൽ അകലാൻ തുടങ്ങിയത്? ആ അകലാൻ തുടങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെയാണ് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 പോയിന്റുകളാണ് നമുക്ക് പൊതുവായി കണ്ടെത്താൻ കഴിയുന്നത്. ഒന്ന്, ന്യൂനപക്ഷ പ്രീണനം എന്ന പ്രതീതിയാണ്. 2, പ്രാതിനിധ്യം, ഈഴവ വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം അത് LDF ആയാലും UDF-ലായാലും കുറയുന്നു എന്ന തോന്നൽ. സ്വാഭാവികമായും LDF-ൽ നിന്ന് UDF-ലേക്ക് പോകേണ്ട വോട്ട് അവിടെ ഈ 2 അങ്ങനെ കുറയുന്നു, അങ്ങനെ തോന്നൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് BJP-യിലേക്ക് പോകാൻ ഉള്ളൊരു സാധ്യത. 3, സംഘപരിവാറിന്റെ കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ്, സംഘപരിവാർ നടത്തിയ രാഷ്ട്രീയം. മറ്റൊന്ന്, BDJS ഒഴിവാക്കിയ സംഘപരിവാറിനുള്ള അകൽച്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഒരു 10%, പരമാവധി 10% പേർ മാത്രമാണ് BJP-യോ അല്ലെങ്കിൽ സംഘപരിവാർ അനുഭാവം ഏതെങ്കിലും തരത്തിൽ ഈഴവ വിഭാഗത്തിൽ പരമാവധി പുലർത്തിയിരുന്നത്. അതിനപ്പുറമുള്ള ആളുകൾ മഹാഭൂരിപക്ഷം പേരും ഇടതനുഭാവികളും അല്ലെങ്കിൽ കുറച്ച് ബാക്കിയുള്ളവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരുമായിരുന്നു. ആ അകൽച്ച ഇല്ലാതാക്കിയത്, അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിൽ നിന്ന് മറ്റ് പല വിഭാഗങ്ങളിൽ നിന്നും, നായർ വിഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പല ജാതികളിൽ നിന്നോ BJP-യിലേക്ക് പോകുന്നതിന് കാര്യമായ തടസ്സങ്ങളില്ലായിരുന്നപ്പോൾ ഈഴവ വിഭാഗം അങ്ങനെ നായർ ഈ BJP-യിലേക്ക് പോകുന്നതിന് വലിയ തടസ്സം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു
BJP ഒരു തൊട്ടുകൂടായ്മയൊക്കെ ഉണ്ടായിരുന്നു. ആ തൊട്ടുകൂടായ്മ യഥാർത്ഥത്തിൽ മാറി വന്നത് BDJSന്റെ ഒരു രൂപീകരണത്തോടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ചയോടും ഒക്കെ കൂടിയാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് BJPയിലും പോകാം എന്നൊരു തോന്നൽ ഈ വിഭാഗത്തിനിടയിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന് വെള്ളാപ്പള്ളിയെ കൈകാര്യം ചെയ്യുന്നതിലെ പിഴവാണ്. വെള്ളാപ്പള്ളിയെ പലപ്പോഴും ഈഴവ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി വെള്ളാപ്പള്ളിയെ കണ്ടു കഴിഞ്ഞാൽ അത് എപ്പോഴും വിജയിക്കണമെന്നില്ല. ഏതെല്ലാം ഘട്ടത്തിലാണോ വെള്ളാപ്പള്ളിയെ ശത്രുപക്ഷത്തും ഈഴവ വിഭാഗത്തെ ഒപ്പവും നിർത്തിയ ഘട്ടത്തിലൊക്കെയാണ് CPMന് വിജയം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വിഭാഗത്തിൻ്റെ വോട്ട് കൂടുതലായി നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. വെള്ളാപ്പള്ളിയിലൂടെ ഈ വിഭാഗത്തെ ആകെ പിടിക്കാം എന്നുള്ള CPMന്റെ തന്ത്രപരമായ നീക്കം അമ്പെ പാളിയ ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത്. നമുക്ക് ഓരോന്നായി തന്നെ വിശദമായി സഹിത്ത് പരിശോധിക്കുന്നതായിരിക്കും നല്ലത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഈ CPMന്റെ വോട്ട് നഷ്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി മാറുന്നത് ആലപ്പുഴയാണ്. ഒരുപക്ഷെ CPMനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പ്രധാന പ്രശ്നമായി മാറുന്നതും അതുതന്നെയാണ്. നമുക്ക് ശരണ്യ കൂടിയുണ്ട്. കിരൺ, ഞാൻ വരാം. ശരണ്യ, ആലപ്പുഴയിൽ സംഭവിച്ചത് എന്ത് എന്നത് സംബന്ധിച്ച് CPMന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം തികച്ചും അപ്രതീക്ഷിതമാണ്. ഒരു തിരിച്ചടി ഉണ്ടായാൽ പോലും അത് ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല. കോൺഗ്രസ് ഒരുപക്ഷെ അവിടെ വിജയിച്ചേക്കാം. KC വേണുഗോപാലിന്റെ വിജയം അവർ പ്രതീക്ഷിച്ചെങ്കിൽ കൂടിയും. പക്ഷേ അവിടെ സംഭവിച്ചത് ഈ ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് വർധനവാണ്. അത് CPMന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ അവിടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ BJPക്ക് കഴിഞ്ഞു എന്നത് CPMനെ ഞെട്ടിക്കുന്ന കാര്യമാണ്. അങ്ങനെ പ്രകടമാവുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ്? ഈ മണ്ഡലത്തിൽ ആഴത്തിലിറങ്ങി പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന വോട്ട് ഷിഫ്റ്റ് ഉണ്ടായ ഇടങ്ങൾ അത് ഏതൊക്കെയാണ് ശരണ്യ? സജിത, ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈഴവ മെജോറിറ്റി വലിയ വോട്ട് ബാങ്കായ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് അനുകൂലമായ വോട്ട് ബാങ്കായ ഒരു ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിലെ ഒരു കണക്കെടുത്താൽ 32% വരുന്ന ഈഴവ വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് എല്ലാ മണ്ഡലത്തെയും, അതായത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം കണക്കിലെടുത്താൽ എല്ലാ മണ്ഡലങ്ങളിലും ഈ ഈഴവ മെജോറിറ്റി ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയൊക്കെ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടായി ഇടതുപക്ഷത്തിന് എന്നുള്ളതാണ്. അതായത് നമുക്ക് 2 മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ, അത് ചേർത്തലയും കായംകുളവും, ഈ 2 ഇടങ്ങളും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്ന, അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിൽ പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തോൽവിയിൽ എത്തുമ്പോൾ പോലും ഈ 2 മണ്ഡലങ്ങൾ എപ്പോഴും ലീഡ് കൊടുക്കുന്ന ഇടങ്ങളാണ് എന്നുള്ളതാണ്. അതിനകത്താണ് കായംകുളത്തും ചേർത്തലയും അടക്കമുള്ള മേഖലകളിൽ വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, ഹരിപ്പാട് ലഭ്യമായ വോട്ടുകളുടെ ഒരു വലിയ, ഈ 2 ഇടത്ത്, അതായത് കായംകുളത്തും ഒപ്പം തന്നെ ഹരിപ്പാടുമാണ് BJP 2ാം സ്ഥാനത്തേക്ക് എത്തുകയും ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ കായംകുളവും ഹരിപ്പാടും ഒന്ന് പരിശോധിച്ചാൽ, ഇവിടെ ഹരിപ്പാടത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ കരുവാറ്റ, കുമാരപുരം, കാർത്തികപ്പള്ളി, ചിങ്ങോലി, ഒപ്പം തന്നെ ആറാട്ടുപുഴ, ചേപ്പാട്, തൃക്കുന്നപ്പുഴ പഞ്ചായത്ത്, ഒപ്പം ഈ പറഞ്ഞ പോലെ ഹരിപ്പാട് നഗരസഭ. ഇതിൽ ഹരിപ്പാട് നഗരസഭ ഒഴിച്ച് മിക്ക ഇടങ്ങളിലും BJPക്ക് മികച്ച ലീഡ് ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ 1ാം സ്ഥാനത്തേക്ക് വരുന്നൊരു സാഹചര്യം. 2 പഞ്ചായത്തുകൾ UDF ലീഡ് കിട്ടിയതിനപ്പുറം ഹരിപ്പാട് നഗരസഭ ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിലും അവർക്ക് ലീഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ ഇവിടെ ഈ കരുവാറ്റ അടക്കമുള്ള ഇടങ്ങളിൽ 1000 വോട്ടിന് മേളിൽ ലീഡ് LDFന് കിട്ടിയിട്ടുണ്ട്. കുമാരപുരത്ത് LDFന്റെ ശക്തി കേന്ദ്രമായിരുന്നു. കാർത്തികപ്പള്ളി, ഇവിടെയൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടെയൊക്കെ തന്നെയും ഈഴവ വോട്ടുകളുടെ, അതായത് ശക്തമായ ഈഴവ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭ്യമാകുന്ന ഇടങ്ങളാണ്. അവിടെയാണ് ഈ തിരിച്ചടി വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഈ കണക്കുകൾ വ്യക്തമാകുന്നത്. മാത്രമല്ല, പത്തിയൂർ അടക്കമുള്ള കായംകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ കണക്ക് നമ്മളുടെ കയ്യിലുണ്ട്. ഇതിൽ പത്തിയൂർ പഞ്ചായത്തില് NDA 1016 വോട്ടിന് ലീഡ് ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പത്തിയൂര് LDF 3ാം സ്ഥാനത്തേക്ക്, പത്തിയൂർ LDF 2ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ്. ഇതിൽ ഈ പത്തിയൂർ എന്ന് പറയുന്ന സ്ഥലം അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവഘട്ടം മുതൽ തന്നെ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് സംസ്ഥാനം കടക്കുന്ന ആ ഘട്ടം മുതൽ തന്നെ എല്ലാ പ്രാവശ്യവും LDFന് കൃത്യമായ ഒരു മെജോറിറ്റി കൊടുക്കുന്ന ഇടമാണ്. ഇപ്പൊ കായംകുളം നിയമസഭാ മണ്ഡലത്തിലോ അല്ലെങ്കിൽ പാർലമെന്റ് മണ്ഡല തെരഞ്ഞെടുപ്പിലോ ഒക്കെ വരുമ്പോൾ പോലും കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി തോറ്റാൽ പോലും ഈ പത്തിയൂർ അടക്കമുള്ള മേഖലകൾ കൃത്യമായി അപ്പോഴും ആ പഞ്ചായത്ത്, അതായത് ഇതുവരെ ഭരിച്ചിട്ട് ഭരണം തുടങ്ങിയിട്ട് ഇതുവരെയും LDF ഒരിക്കൽ പോലും പരാജയപ്പെടാത്ത പഞ്ചായത്താണ്. അവിടെ നിയമസഭാ മണ്ഡലത്തിൽ തോൽവി ഉണ്ടാകുമ്പോൾ പോലും ഈ പത്തിയൂർ അടക്കമുള്ള മേഖലകൾ എപ്പോഴും അവിടെ ലീഡ് കിട്ടുന്ന ഒരു ഇടമാണ്. അവിടെയാണ് ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ചെട്ടികുളങ്ങര അടക്കമുള്ള ഇടങ്ങൾ.
ചെട്ടികുളങ്ങര നോർത്ത്, ചെട്ടികുളങ്ങര സെൻട്രൽ, ചെട്ടികുളങ്ങര സൗത്ത് ഈ മേഖലകളിൽ NDA 1000 വോട്ടിന്റെ ലീഡ് അവർ എടുത്തിട്ടുണ്ട്. കണ്ടല്ലൂർ സൗത്ത് ഇതൊക്കെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഒപ്പം തന്നെ ഈഴവ മെജോറിറ്റി ഉള്ള ഇടങ്ങൾ ആണ് എന്ന് തന്നെ പറയാം. ചേപ്പാട് പരിശോധിക്കുകയാണെങ്കിൽ ചേപ്പാട് BJP 1ാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ SNDP ക്രിസ്ത്യൻ ബെൽറ്റുകളുടെ വോട്ടുകൾ ഒരുപോലെ തന്നെ ഇവർക്ക് വീണു എന്നുള്ളതാണ്. അതായത് വലിയൊരു വോട്ട് ഷിഫ്റ്റ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ഈഴവ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു NDA അനുകൂല രീതിയിൽ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് തന്നെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ശോഭ ഈഴവ സ്ഥാനാർത്ഥിയാണെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയൊക്കെ. അതിനപ്പുറത്തും ഈ വെള്ളാപ്പള്ളിയുടെ ഒരു ഇടപെടലിനും അപ്പുറത്തും ഈ വോട്ട് ഷിഫ്റ്റിംഗിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതിനകത്ത് ആലപ്പുഴയിലെ ഇന്റേണൽ പൊളിറ്റിക്സും വലിയ തോതിലുണ്ട്. ഇപ്പൊ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലേക്കും പോയി ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ താഴെ ഘടകങ്ങളിലേക്കൊക്കെ എല്ലാ മേഖലകളിലും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ, അതായത് സംസ്ഥാന നേതൃത്വം അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിനെ വലിയ തോതിൽ അവരത് പരിഗണനയ്ക്ക് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ താഴെ അത്തരത്തിൽ അതിനെ മറികടന്നുള്ള ചർച്ചകൾ ഉണ്ടാകും. പക്ഷെ എനിക്ക് തോന്നുന്നു ആലപ്പുഴയുടെ ഒരു പൊതു പശ്ചാത്തലം കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത്തരം ചർച്ചകൾ പോലും ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആരാണോ നേതൃത്വത്തിൽ നിൽക്കുന്നത് അവരെ പിന്തുണയ്ക്കുന്ന രീതിയിൽ എല്ലാ കമ്മിറ്റികളും ആ ഒരു സ്ട്രക്ചറിൽ തന്നെ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കമ്മിറ്റികൾക്കുള്ളിൽ, അതായത് ഓരോ വിഭാഗത്തിനും അവരുടെ മെജോറിറ്റി ഉള്ള കമ്മിറ്റികൾക്കുള്ളിൽ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരമോ അതിനപ്പുറത്തേക്ക് ഉള്ള ഇപ്പോൾ നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് ഉള്ള ഒരു ചർച്ച, ആരോഗ്യകരമായ ഒരു ചർച്ച, മാറ്റത്തിന്റെ ഒരു ചർച്ച ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് എത്രമാത്രം വിജയകരമാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാനേ കഴിയില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം സുധാകരന്റെ വിമർശനം വന്ന ഘട്ടത്തിൽ പോലും സലാം അടക്കമുള്ള ആളുകളുടെ പ്രതികരണം പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് തിരിച്ചടിക്കുന്നു. പക്ഷേ ഈ ഒരു നിലവിലത്തെ ഒരു സാഹചര്യങ്ങളോ ഉണ്ടായ തിരിച്ചടിയോ ഒന്നുമല്ല ഇവിടുത്തെ പാർട്ടി നേതൃത്വം പരിഗണിക്കുന്നത്. മറിച്ച് അപ്പോഴും മറ്റു രീതിയിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളും. നമുക്ക് അതിലേക്ക് വിശദമായി ശരണ്യ വരാം, ഞാൻ അതിലേക്ക് വരാം. കിരൺ, സംസ്ഥാനത്തെ CPM-ന്റെ വോട്ട് ചോർച്ച, ഈഴവ വോട്ട് ചോർച്ചയിലുണ്ടായ മേഖലകൾ, അത് രണ്ടിടങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ചൂണ്ടിപ്പറയാനുണ്ട്. ഒന്ന് ആറ്റിങ്ങലും മറ്റൊന്ന് ആലപ്പുഴയുമാണ്. ഇപ്പോൾ ശരണ്യ പരാമർശിച്ച പോലെ ആലപ്പുഴയുമാണ്. നമുക്ക് ആറ്റിങ്ങലൊക്കെ വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ് ഈ സംസ്ഥാനത്തെ ഈ വോട്ട് ചോർച്ച മണ്ഡലാടിസ്ഥാനത്തിൽ എങ്ങനെ സംഭവിച്ചു, അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ രൂപം എങ്ങനെയാണ്, അത് എത്ര കണ്ട് ഗൗരവതരമാണ് CPM-ന്റെ ചോർച്ച? കിരൺ. സജിത്തെ, CPM തന്നെ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ചെറിയ ചോർച്ചയോ ചെറിയ വീഴ്ചയോ വന്നാൽ CPM അത് പലപ്പോഴും അംഗീകരിക്കാറില്ല. അങ്ങനെ ഉള്ളിൽ മാത്രം നിർത്തുക, അല്ലെങ്കിൽ ഉള്ളിൽ അംഗീകരിച്ചാൽ പോലും അത് പുറമേക്ക് അംഗീകരിക്കാറില്ല. പക്ഷേ ഇന്നലെ വളരെ വ്യക്തമായി തന്നെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഈഴവ വോട്ട് ബാങ്കിനകത്ത് ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. SNDP-യിലെ ഒരു വിഭാഗം സംഘപരിവാരത്തിന് വേണ്ടി പ്രവർത്തനം ചെയ്തു. SNDP-യിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ RSS വൽക്കരിക്കാനുള്ള ശ്രമം നടത്തി. അത് ഒരു പരിധിവരെയൊക്കെ പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത്രത്തോളം ഗൗരവമാണ് ഈ പുതിയ വോട്ട്, നിലവിലുള്ള അടിസ്ഥാന വോട്ട് ബാങ്കിനോടൊപ്പം മറ്റു വോട്ടുകൾ കൂടി ചേരുമ്പോഴാണ് പലപ്പോഴും LDF-ന് കേരളത്തിൽ വിജയിക്കാൻ കഴിയുന്നത്. അത് UDF-നായാലും അങ്ങനെയാണ്. LDF-നെ സംബന്ധിച്ച് UDF-നേക്കാൾ ഏറെ അടിസ്ഥാന വോട്ട് ബാങ്ക്, സ്ഥിരം വോട്ട് നിക്ഷേപമായി ഉള്ള ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ അത്തരം മുന്നണിയാണ്. ആ സംവിധാനത്തിൽ ഈ അടിസ്ഥാന വോട്ട് ബാങ്കിലാണ് വലിയ ചോർച്ച ഉണ്ടായത്. അടിസ്ഥാന വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സമൂഹത്തിൽ പൊതുവായ തിരിച്ചടി ഉണ്ടാകുന്ന ഘട്ടത്തിൽ വലിയ തിരിച്ചടിയാവും പാർട്ടിക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു തിരുത്തലിന് ഒരുങ്ങുന്നത്. എനിക്ക് തോന്നുന്നു 2 മണ്ഡലങ്ങൾ പ്രധാനമായും പരിശോധിച്ചാൽ നമുക്ക് ആ കണക്കുകൾ കൂടി നോക്കിയാൽ കുറെ കൂടി വ്യക്തമായി, ഏറ്റവും വ്യക്തമാകുന്ന കണക്കുകൾ ആലപ്പുഴയുടേതും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിൻ്റെതുമാണ്. നമുക്ക് ആലപ്പുഴയുടെ ഒരു കണക്ക് ഒന്ന് ഓടിച്ചു നോക്കിയാൽ, ആലപ്പുഴയിൽ 2024 KC വേണുഗോപാൽ 4,04,560 വോട്ട്, 38.21% വോട്ടാണ്. മാരിഫിന് അന്ന് ലഭിച്ചത്, ഈ തവണ ലഭിച്ചത് 3,41,047 വോട്ട്, 32.21% വോട്ട്. ശോഭാ സുരേന്ദ്രന്റെ വോട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, 2,99,648, 28.3%, ഭൂരിപക്ഷം 63,513 വോട്ടുകൾക്ക് ആലപ്പുഴയിൽ KC വേണുഗോപാൽ ജയിച്ചു. ആലപ്പുഴയിൽ മാരിഫ് 2019 കണക്ക് വരുമ്പോൾ മാരിഫിന്റെ അന്നത്തെ വോട്ട് 4,45,981. അവിടെ നിന്നാണ് ഈ 1,00,000-ഓളം വോട്ട്, 1,00,000-ലധികം വോട്ട് മാരിഫിന് കുറഞ്ഞത് നോക്കണം. ഷാനിമോൾ ഉസ്മാൻ അന്ന് 4,35,496 ആയിരുന്നു. 40% വോട്ട് ഷാനിമോൾ ഉസ്മാൻ UDF നേടിയപ്പോൾ
LDF 40.96, 1% പോലും അധികം വോട്ട് നേടിയിരുന്നില്ല. അന്ന് KS രാധാകൃഷ്ണൻ പ്രത്യേകിച്ച് മണ്ഡലത്തിൽ സവിശേഷ പ്രാധാന്യമോ അല്ലെങ്കിൽ ആ തരത്തിൽ വോട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിന് 1,87,729 വോട്ടാണ്. അതുതന്നെ അതിനു മുമ്പ് ലഭിച്ച വോട്ടിനേക്കാൾ ഏകദേശം 1,1.5 ലക്ഷത്തോളം വോട്ട് അധികമാണ്. താമരാക്ഷാണ് അതിനു മുമ്പ് മത്സരിച്ചത്. നിസ്സാര വോട്ട് മാത്രമേ അന്ന് ലഭിച്ചിരുന്നുള്ളൂ. അന്ന് 17.24%. ഇതിന്റെ വ്യത്യാസം ഇങ്ങനെയാണ്. ആലപ്പുഴയിൽ ആകെ കൂടിയ വോട്ട് 92,648, ഏകദേശം 1 ലക്ഷത്തോളം വോട്ടർമാരാണ് ഇത്തവണ 2019 2024 ആയപ്പോൾ അധികമായി വോട്ട് ചെയ്തത്. അങ്ങനെ വോട്ട് ചെയ്തിട്ട് പോലും UDFന് 30,936 വോട്ടുകളാണ് കുറഞ്ഞത്. 1.79%, ഏകദേശം 2% വോട്ട് UDF യഥാർത്ഥത്തിൽ കുറയുകയായിരുന്നു. ഷാനിമോൾ ഉസ്മാന് ലഭിച്ച വോട്ടിനേക്കാൾ വോട്ടിന്റെ ശതമാനം നോക്കുമ്പോൾ അത് KC വേണുഗോപാൽ വരുമ്പോഴും വിജയിച്ചുവെങ്കിലും ആ വോട്ട് ശതമാനത്തിൽ കുറവാണ് ഉണ്ടായത്. ഇതുപോലെ തന്നെ LDFന്റെ വോട്ടിംഗ് ശതമാനത്തിലാണ് വലിയ വ്യത്യാസം. 1,04,934 വോട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ആലപ്പുഴ പോലെ ആലപ്പുഴയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 മാത്രമാണ് UDFന് ഭരണമുള്ളത്. ഒന്ന് കരുനാഗപ്പള്ളിയും ഹരിപ്പാട് രമേശ് ചെന്നിത്തല എന്ന നേതാവിന്റെ സവിശേഷ പ്രാധാന്യം കൊണ്ട് വിജയം ആവർത്തിക്കുന്നതും, അല്ലെങ്കിൽ കരുനാഗപ്പള്ളി CR മഹേഷിനെ പോലെ ഒരു നേതാവ് വന്നപ്പോൾ വിജയം നേടിയതുമാണ്. അല്ലെങ്കിൽ പൊതു പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ആലപ്പുഴ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാം ഇടതുപക്ഷത്തിന് അത്രത്തോളം മേൽക്കൈയുള്ള സ്ഥലമാണ്. അവിടെയാണ് LDFന്റെ വോട്ട് 1,04,934 കുറഞ്ഞത്. 8.75%, 9% വോട്ടാണ് കുറഞ്ഞത്. അവിടെ NDAക്ക് വർദ്ധിച്ചത് 11.06%, 11% വോട്ടാണ് NDAക്ക് വർധനവുണ്ടായത്. അതാണ് ഏറ്റവും ഗൗരവതരം. UDFന് 2% വോട്ട് കുറയുകയും LDFന് 9% വോട്ട് കുറയുകയും ചെയ്തപ്പോൾ ഈ 2 വോട്ടും എത്തിയത് NDAയിലേക്കാണ്. NDAക്ക് ലഭിച്ച ഈ 11% വോട്ടിൽ മെജോറിറ്റി വോട്ടും പോയത് LDFൽ നിന്നാണ്. 1,04,934 വോട്ടാണ് LDFൽ നിന്ന് പോയത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവിടുത്തെ മണ്ഡലങ്ങൾ വെച്ച് പരിശോധിച്ചാലും അവിടെയും അരൂരിൽ അടക്കം നിൽക്കുമ്പോൾ അരൂരിൽ UDFന് എല്ലാ മണ്ഡലത്തിലും 7 നിയമസഭാ മണ്ഡലങ്ങളിലും UDFന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. പക്ഷേ അവിടെയെല്ലാം ഇടതുമുന്നണിക്ക് വലിയ മുൻതൂക്കമുള്ള, CPMന് വലിയ വേരുകളുള്ള, അല്ലെങ്കിൽ CPIക്ക് വലിയ വേരുകളുള്ള മണ്ഡലങ്ങളിലടക്കം BJPയുടെ ഒരു മുന്നേറ്റം കാണാം. അരൂരിലടക്കം BJPക്ക് 37,491 വോട്ടുകൾ ലഭിച്ചു. ചേർത്തലയിൽ വരുമ്പോൾ ചേർത്തലയിൽ കാര്യമായ വ്യത്യാസം തന്നെയുണ്ട്. 62,000 61,000 LDFനും UDFനും ഉള്ളപ്പോൾ BJPക്ക് 40,000 വോട്ട് മാത്രമാണുള്ളത്. ആലപ്പുഴയിൽ 65,000 വോട്ട് UDFനുള്ളപ്പോൾ 47,000 വോട്ട് LDFനും 35,000 വോട്ടും അവിടെയും വരെ വലിയ വ്യത്യാസമില്ല. പക്ഷേ അമ്പലപ്പുഴയിൽ വരുമ്പോൾ 52,000 വോട്ടിനേക്ക് UDF നിൽക്കുന്നു. 37,657 വോട്ട് LDFന് വരുന്നു. 37,000 വോട്ട്. ഇനിയുള്ള മണ്ഡലങ്ങളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഹരിപ്പാട് മണ്ഡലം, രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം, അവിടെ UDFന് 48,466 വോട്ട് ലഭിക്കുമ്പോൾ 47,121 വോട്ടാണ് NDAക്ക് ലഭിക്കുന്നത്. NDA തൊട്ടു പിന്നിൽ, രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറിയ വ്യത്യാസം മാത്രമാണ്. 48,466 47,121. അവിടെ LDFന്റെ വോട്ട് 41,769. 3-ാം സ്ഥാനത്തേക്ക് ഹരിപ്പാട് പോലെ ഒരു മണ്ഡലത്തിൽ LDF മാറുന്നു. ഇനി മറ്റൊന്ന് കായംകുളം. എല്ലാ കാലത്തും CPMന്റെ ശക്തി കേന്ദ്രമായ കായംകുളത്ത് 50,216 വോട്ട് UDF നേടുമ്പോൾ 48,775 വോട്ട് നേടി NDA ആണ് 2-ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇവിടെ 2-ാം സ്ഥാനത്ത് NDA എത്തുമ്പോൾ 3-ാം സ്ഥാനത്താണ് കായംകുളത്തേക്ക് LDF പോകുന്നത്. NDAയും LDFും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം വളരെ ചെറുതാണെങ്കിൽ പോലും കായംകുളം പോലെ ഒരു മണ്ഡലത്തിൽ എങ്ങനെ NDAക്ക് 2-ാം സ്ഥാനത്ത് എത്താൻ കഴിയുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മൂന്നാമത് കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളി 57,955 വോട്ട് UDF നേടുമ്പോൾ 49,000 വോട്ട് LDF നേടുന്നു. NDA 48,839. അവിടെയും 3-ാം സ്ഥാനത്താണ് NDA എങ്കിലും NDAയും LDFും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം വളരെ ചെറുതാണ്. NDAയും LDFും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം 191 മാത്രമാണ് കരുനാഗപ്പള്ളിയിൽ. അവിടെ അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയിലെ വ്യത്യാസം 110 വോട്ടിന് മാത്രമാണ്. അവിടുത്തെ അമ്പലപ്പുഴ പോലെ CPMന് പരമ്പരാഗതമായി വലിയ ശക്തിയുള്ള ഒരു കേന്ദ്രത്തിൽ LDFും CPMും തമ്മിലുള്ള, അല്ലെങ്കിൽ LDFും NDAയും തമ്മിലുള്ള, പ്രധാനമായി പറഞ്ഞാൽ CPMും BJPയും തമ്മിലുള്ള എന്ന് വേണമെങ്കിൽ തന്നെ പച്ചയ്ക്ക് പറയാവുന്നതാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം 110 വോട്ടുകൾ മാത്രമാണ്. കരുനാഗപ്പള്ളിയിൽ ഇത് 191 വോട്ടുകളാണ്. ഹരിപ്പാടും കായംകുളത്തും പിന്നിൽ പോയത്, ഹരിപ്പാട് പിന്നിൽ പോയത് 5,352 വോട്ടിനാണ്. BJPയേക്കാൾ LDF പിന്നിൽ പോയത്.
കായംകുളം മണ്ഡലത്തിൽ BJP-യേക്കാൾ LDF പിന്നിൽ പോയത് 755 വോട്ടിനാണ്. ഇതാണ് ആലപ്പുഴയെ സംബന്ധിച്ച് നേരത്തെ ശരണ്യ അടക്കം സൂചിപ്പിച്ചതുപോലെ പത്തിയൂർ അടക്കമുള്ള പത്തിയൂർ പഞ്ചായത്തൊക്കെ രൂപം കൊണ്ട കാലം മുതൽ മെജോറിറ്റി ഏകദേശം 70-75% മേൽ ഈഴവ മെജോറിറ്റി ഉള്ള സ്ഥലമാണ്. രൂപം കൊണ്ട കാലം മുതൽ ഇത്രയും കാലവും അവിടെ LDF അല്ലാതെ മറ്റൊരു ഭരണം ഉണ്ടായിട്ടില്ല. LDF-ന്റെ അതുപോലത്തെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലാണ് ഇത്തവണ കഴിഞ്ഞ ഈ 2021 LDF-ന് BJP-ക്ക് 2024 വോട്ട് മാത്രമാണ് നിയമസഭയിലേക്ക് നേടിയത്. അത്രത്തോളം ദുർബലമായ ഒരു സ്ഥലത്ത് നിന്ന് 2024 എത്തുമ്പോഴേക്കും 8028 വോട്ട്. BJP നിയമസഭയും ലോക്സഭയിലും വോട്ട് വ്യത്യാസമൊക്കെ കണക്കാക്കിയാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ള വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ദേവികുളങ്ങര പഞ്ചായത്ത്, കണ്ടല്ലൂർ, ചെട്ടികുളങ്ങര, ഈ പഞ്ചായത്തുകളെല്ലാം എടുത്താൽ ഇവിടെ എല്ലാം തന്നെ ഈ പ്രത്യേകിച്ച് പത്തിയൂരായാലും ദേവികുളങ്ങരയായാലും കണ്ടല്ലൂരായാലും എല്ലാം ഏകദേശം 70% മേൽ ഈഴവ പോപ്പുലേഷനുള്ള അല്ലെങ്കിൽ ഈഴവർക്ക് അത്തരത്തിൽ മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. അവിടെയെല്ലാം ഒന്നുകിൽ മഹാഭൂരിപക്ഷ സ്ഥലത്തും CPM-ന് വലിയ അടിത്തറയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് ഇടയ്ക്ക് കോൺഗ്രസ് മാത്രമാണ്. അവിടെ ഒന്നും BJP അത്തരമൊരു കടന്നുകയറ്റം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അവിടെയെല്ലാം CPM കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് BJP-യുടെ വലിയ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും അവിടുത്തെ ഏത് കണക്ക് പരിശോധിച്ചാലും അവിടെ വോട്ട് BJP-ക്ക് ഇത്രയും കൂട്ടണമെങ്കിൽ അവിടുത്തെ 70-75% വരുന്ന ഈഴവ വിഭാഗത്തിന്റെ വോട്ട് കൂടി ചേരാതെ അവിടുത്തെ വോട്ട് BJP-ക്ക് വരില്ല. ഇതാണ് CPM ഘടകത്തെ ഇപ്പോൾ ഇരുത്തി ചിന്തിപ്പിക്കുന്നതും ഗൗരവമായി അവർ തിരുത്തലിന് ഒരുങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. യെസ്, അതാണ് അത് കണക്ക് പരിശോധിച്ചുകൊണ്ട് ആലപ്പുഴയുടെ ചിത്രം അങ്ങനെ മാറുന്നു എന്നതാണ്. അരുൺ, ഒരു കാര്യം കൂടി, ആറ്റിങ്ങൽ ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. ആറ്റിങ്ങലിൽ സംഭവിച്ചത് CPM ഇത്തവണ ഏറ്റവും അധികം വിജയപ്രതീക്ഷ, ഏതുതരം ട്രെൻഡുകൾ സംസ്ഥാനത്തുണ്ടായാലും അതിനെ മറികടന്നുകൊണ്ട് വിജയിക്കാൻ കഴിയുമെന്ന് കരുതിയ ഒരു ഇടമാണ് ആറ്റിങ്ങൽ. കാരണം CPM-ന്റെ ഒരു പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. പക്ഷേ അവിടെ ഈഴവ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഇത്തവണത്തെ തോൽവിയുടെ കാരണം പരിശോധിക്കുമ്പോഴും ഈഴവ വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായി എന്ന് CPM കരുതുന്ന ഇടം ആറ്റിങ്ങൽ മണ്ഡലമാണ്. എന്താണ് ആറ്റിങ്ങൽ സംഭവിച്ചത് എന്ന് സംബന്ധിച്ചൊരു പരിശോധന അത് പ്രാദേശിക തലത്തിൽ CPM-ൽ നടക്കുന്നുണ്ടോ? CPM ജില്ലാ കമ്മിറ്റിയിലൊക്കെ തിരുവനന്തപുരത്തൊക്കെ അത്തരം പരിശോധനകൾ ഇഴകീറിയുള്ള പരിശോധനയിലേക്ക് പോകുമോ കാര്യങ്ങൾ? എന്തുവേണം പ്രതീക്ഷിക്കാൻ. അതിന് കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ തൊട്ടടുത്ത ദിവസം CPM-ന്റെ നേതൃത്വം, സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ നഷ്ടപ്പെട്ടു എന്നൊരു പൊതു വിലയിരുത്തൽ പരാമർശത്തിലേക്ക് പോകുമ്പോൾ അന്ന് വെള്ളപ്പിൽശാല EMS അക്കാദമിയിൽ MV ഗോവിന്ദിനൊപ്പം വന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി V ജോയ് MV ഗോവിന്ദൻ പോയ ശേഷം മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമല്ല ഭൂരിപക്ഷ വോട്ടുകളും ഹൈന്ദവ വോട്ടുകളുടെയും വലിയ ചോർച്ച ആറ്റിങ്ങലിൽ ഉണ്ടായിട്ടുണ്ട്. ഹൈന്ദവ വോട്ടുകൾ വലിയ രീതിയിൽ BJP-യിലേക്കും കോൺഗ്രസിലേക്കും പോയിട്ടുണ്ട്. അതിൽ കൂടുതൽ BJP-യിലേക്ക് പോയി. അങ്ങനെ ഒരു തിരിച്ചറിവ് അന്ന് തന്നെ, അതായത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം കാര്യങ്ങളുള്ള സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് ഉറപ്പാണ്. വർക്കല മാത്രമാണ് ഇടതുമുന്നണിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു നിയമസഭാ മണ്ഡലം. അത് സിറ്റിംഗ് MLA V ജോയിയാണ്. മറ്റെല്ലായിടത്തും വലിയ രീതിയിൽ പിന്നിലേക്ക് പോവുകയാണ് ഉണ്ടായത്. മാത്രമല്ല ആറ്റിങ്ങൽ യെസ്, അതാണ് ആറ്റിങ്കലിന്റെ ഒരു സാഹചര്യം. എന്തായാലും CPM-നെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വലിയ പരിശോധന വേണ്ട ഇടമായി മാറുകയാണ്. കിരൺ, ഈ ആറ്റിങ്കലിന്റെ വോട്ട് കണക്ക് പരിശോധിക്കുമ്പോൾ 2019-ലും 2024-ലും സാധിച്ച രണ്ട് കണക്കുകളും CPM-നെ ഞെട്ടിക്കുന്നതാവും. എന്തായാലും 2024-ൽ സംഭവിച്ചത് വലിയ ചോർച്ചയാണ്. കാരണം CPM-ന്റെ തോൽവിക്ക് കാരണമായ ആറ്റിങ്കൽ മാറിയതും അതൊന്ന് വിലയിരുത്തുന്നുണ്ട്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വോട്ട് കണക്കുകൾ എങ്ങനെയാണ്? 19-ലെയും 24-ലെയും വോട്ടിന്റെ കണക്ക് പോകും. അതിന് തൊട്ട് മുമ്പ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് BJP-യെ സംബന്ധിച്ച് 2014 മുതൽ എനിക്ക് തോന്നുന്നു തുടങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. 2014-ൽ BJP-ക്ക് 10.53% വോട്ടും LDF-ന് 45.67% വോട്ടും UDF-ന് 37.6% വോട്ടുമാണ് ലഭിച്ചത്. അത് 2019 എത്തുമ്പോഴേക്കും BJP-യുടെ വോട്ടിൽ ഏകദേശം 15% വർധനമുണ്ടാകും. ശോഭാ സുരേന്ദ്രൻ 2019 വരുമ്പോൾ 15%, 24.97, 25% എന്ന് കൂട്ടാം. 11% നിന്ന് 25%-ലേക്ക് BJP-യുടെ വോട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ ആ 15% വോട്ട് എവിടെ നിന്ന് വന്നു? അവിടെ UDF-ന്റെ വോട്ട് 37.6, 38.34, ഏകദേശം 1% അടുത്ത് UDF വോട്ടിനകത്ത് ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ചെറിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടി കണക്കാക്കാം. പക്ഷേ LDF വോട്ടിന്റെ ആദ്യം ചോർച്ച ഉണ്ടായത് 2019-ലാണ്. അന്ന് LDF വോട്ടിന്റെ ചോർച്ച 45.67% നിന്ന് 34.5%-ലേക്ക് ഏകദേശം 11% വോട്ട് ആറ്റിങ്ങലിൽ ചോർന്നത് യഥാർത്ഥത്തിൽ LDF-ൽ നിന്ന് BJP-യിലേക്കാണ്. അന്ന് യഥാർത്ഥത്തിൽ BJP-യുടെ ഈ വളർച്ചയെക്കുറിച്ച് CPM ഇത്തരത്തിൽ ചിന്തിക്കുന്നത് പോലെ ഒരു ചിന്തയോ അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു തിരുത്തലോ വേണ്ട രീതിയിൽ നടത്തിയില്ല എന്നതുകൂടിയാണ്. അന്ന് ഈ തവണ ഉണ്ടായ വർധനവ് BJP ഈ തവണ വീണ്ടും
25% നിന്ന് 31.64% വർദ്ധിച്ചു. ഏകദേശം 8% എന്ന് പറയാം. 8% വർദ്ധിക്കുമ്പോൾ അവിടെ LDF നിന്നും യു ഡി എഫിൽ നിന്നും ഇത്തവണ വോട്ടിന്റെ ചോർച്ചയുണ്ടായിട്ടുണ്ട്. LDF 34.5 എന്നത് 33.2, 2% വോട്ട് കുറഞ്ഞപ്പോൾ UDF വോട്ട് കുറഞ്ഞത് 5%. ഇത്തവണ യഥാർത്ഥത്തിൽ ആകെ വോട്ട് ശതമാനം നോക്കുമ്പോൾ UDF വോട്ടിൽ നിന്നാണ് കൂടുതൽ വോട്ടുകൾ NDA പിടിച്ചിരിക്കുന്നത്, LDF വോട്ടിനേക്കാൾ കൂടുതൽ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ അടിസ്ഥാന ചോർച്ച ഉണ്ടായത് 2019-ലാണ്. 2019-ലാണ് BJP വളർച്ച തുടങ്ങിയത്. BJPയുടെ വളർച്ചയുടെ ഗ്രാഫ് നോക്കിയാൽ 2014 11% നിന്ന് 2019 25.5% അത് 2024 എത്തുമ്പോൾ 31.64% നമുക്ക് ആറ്റിങ്ങലിന്റെ പഴയ കണക്കുകൾ കൂടി നോക്കിയാൽ ആറ്റിങ്ങൽ 2020 ഈ തവണ അടൂർ പ്രകാശ് 33.29% വോട്ട് നേടിയാണ് ജയിക്കുന്നത്. 3,28,051 വോട്ട്. തൊട്ടുപുറമെ വി ജോയ് 3,27,367 വോട്ട്, 33.22%. ചെറിയ ശതമാനം 0.7% വ്യത്യാസം മാത്രമാണ് ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ളത്. മൂന്നാം സ്ഥാനത്തേക്കുന്ന വി മുരളീധരൻ തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. 3,11,779 വോട്ട്, 31.64% വോട്ടാണ്. 1.3% വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഈ രണ്ട് മുന്നണികളുമായിട്ടും അല്ലെങ്കിൽ ജയിച്ച മുന്നണിയുമായിട്ട് യഥാർത്ഥത്തിൽ BJPക്കുള്ളത്. ആറ്റിങ്ങൽ പോലെ ഇടതു കോട്ടയാണ് എന്ന് എല്ലാ കനത്ത തിരിച്ചടി നേരിട്ട പല ഘട്ടത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അങ്ങനെ ഒരു തിരിച്ചടി CPM നേരിട്ടില്ല. കഴിഞ്ഞ തവണ അടക്കം തിരിച്ചടി നേരിട്ടപ്പോൾ താൽക്കാലികമാണെന്ന് പറഞ്ഞതാണ്. അവിടെയാണ് ഈ തരത്തിൽ CPM-ഉം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമാനമായ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ CPM-ന്റെ അടിസ്ഥാന വോട്ടുകളിൽ നിന്ന് ഒപ്പത്തിനൊപ്പമുള്ള ശക്തിയായി ഈ BJP അവിടെ മാറുന്നത് 31%. ആറ്റിങ്ങൽ 2019 കണക്ക് 38%, അടൂർ പ്രകാശ് നേടിയപ്പോൾ 34% സമ്പത്ത് നേടിയത്. ശോഭാ സുരേന്ദ്രൻ അന്ന് നേടിയത് 24.9, 25% എന്ന് കൂട്ടാം. ഇതായിരുന്നു 2019 കണക്ക്. 2 വർഷത്തെയും 2019-24 താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ആലപ്പുഴയൊക്കെ വോട്ട് ആകെ കൂടുകയാണ് ഉണ്ടായെങ്കിൽ ആറ്റിങ്ങലിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു, ആകെ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ 23,097 പേർ കുറച്ചാണ് വോട്ട് ചെയ്തത്. ആറ്റിങ്ങലെ മറ്റു പ്രത്യേകത, ആലപ്പുഴ ജില്ലയിൽ BJP വോട്ട് കൂടിയെങ്കിൽ ഈഴവ വോട്ടിന്റെ കാര്യം പരിശോധിച്ചാൽ UDF നിൽക്കുന്ന സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ LDF നിൽക്കുന്ന സ്ഥാനാർത്ഥി രണ്ടുപേരും ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള, ഒരാൾ കോൺഗ്രസ് നിൽക്കുന്ന KC വേണുഗോപാൽ നായർ വിഭാഗത്തിലുള്ള നേതാവും മറ്റേ AM ആരിഫ് മുസ്ലിം വിഭാഗത്തിലെ നേതാവുമാണ്. ഏക നേതാവായി ഈഴവ വിഭാഗത്തിൽ നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളയാൾ LDF പിന്തുണ നൽകിയെന്നൊക്കെ പറയുമ്പോഴും രഹസ്യമായും അല്ലാതെയും ഒക്കെ അവിടെ ശോഭാ സുരേന്ദ്രന് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ട്. അതിനെ ആ ഒരു സാഹചര്യം അങ്ങനെ കണക്കാക്കാം. പക്ഷേ ആറ്റിങ്ങൽ അങ്ങനെയല്ല. ആറ്റിങ്ങൽ 3 സ്ഥാനാർത്ഥികളും ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ്. ഈഴവ വിഭാഗത്തിൽ നിന്ന് 3 സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇടതുമുന്നണിക്കൊപ്പം തന്നെയാണ് ഇത്ര കാലവും ഈഴവ സമുദായത്തിന് മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നിന്നിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ആ വോട്ട് 3ആയി സ്പ്ലിറ്റ് ആയിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. BJPയുടെ ഒരു കണക്കനുസരിച്ചാണെങ്കിൽ 40% ഈഴവ വോട്ടുകൾ, ആകെ 100 വോട്ടുണ്ടെങ്കിൽ 40 വോട്ടും BJPക്ക് വീണു എന്നാണ് BJP കണക്കാക്കുന്നത്. BJPയെ സംബന്ധിച്ച് അതൊരു വലിയ മുന്നേറ്റമാണ്. അത് എൻ്റെ കണക്ക് ഇങ്ങനെയാണ്. UDF 5% വോട്ട് കുറഞ്ഞപ്പോൾ LDF 1.28% വോട്ടാണ് കുറഞ്ഞത്. BJPക്ക് കൂടിയത് 6.67%. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് ചോർന്നത് കോൺഗ്രസിൽ നിന്നാണ്. കോൺഗ്രസ് ജയിച്ചുവെങ്കിലും, കഷ്ടിച്ച് ജയിച്ചുവെങ്കിലും കോൺഗ്രസിലാണ് കൂടുതൽ വോട്ട് ചോർന്നത്. പക്ഷേ അവിടെ ഈഴവ മെജോറിറ്റിയുള്ള പല സ്ഥലങ്ങളിലും വോട്ട് ചോർച്ചയിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനം ഒന്ന് വർക്കലയാണ്. വർക്കലയിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ LDF മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. വർക്കലയിലെ മേൽക്കൈ ഉണ്ടാക്കുന്നത് പൂർണ്ണമായി LDF വിജയമെന്ന് കൂടി പറയാൻ കഴിയില്ല. അത് വി ജോയിയുടെ മണ്ഡലമാണ്. വി ജോയിയുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് ഒരാൾ മത്സരിക്കുന്നു. വി ജോയിക്ക് അവിടെ ഉണ്ടായിരുന്ന വലിയ സ്വാധീനം. അതുകൊണ്ടാണ് വർക്കലയിൽ മാത്രമാണ് LDF 45,000 വോട്ട്. അങ്ങനെ ആകുമ്പോൾ തന്നെ അവിടെ NDAക്ക് 40,816 വോട്ടുകൊണ്ട് LDF തൊട്ടുപിറകിൽ അവിടെ NDA ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ NDAക്കാണ് മേൽക്കൈ ഉള്ളത്. 52,448 വോട്ട്. ഇടതുമുന്നണി CPM MLA ഉള്ള മണ്ഡലമാണ്. അവിടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് NDA ആണ്. 46,161 വോട്ട് LDF. UDF 42,000 വോട്ട്. ചിറയൻകീഴിനെ സംബന്ധിച്ചിടത്തോളം ചിറയൻകീഴിൽ ഏറ്റവും കൂടുതൽ UDF തന്നെയാണ്. 47,695 വോട്ട്. 44,000 വോട്ടിന് LDF ഉണ്ട്. 42,000 വോട്ട് NDA ഉണ്ട്. വാമനപുരത്തും മേൽക്കൈ UDF തന്നെയാണ്. 50,667. തൊട്ടു പിന്നാലെ LDF ഉണ്ട്. അതിന് പിന്നാലെയാണ് NDA. പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസമൊക്കെ കുറവാണ്. ഇനി നെടുമങ്ങാടേക്ക് പരിശോധിച്ചാൽ
നെടുമങ്ങാടും യു ഡി എഫിന് തന്നെയാണ് ഒന്നാം സ്ഥാനം. എല്ലായിടത്തും യു ഡി എഫിന് ഇതൊഴിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫിനെ സംബന്ധിച്ച് ചിറയൻകീഴ്, വാമനപുരം, നെടുമങ്ങാട്, അരുവിക്കര ഈ 4 മണ്ഡലങ്ങളിൽ യു ഡി എഫിനാണ് മേൽക്കൈ. എൽ ഡി എഫിന് വർക്കല, എൻ ഡി എക്ക് ആറ്റിങ്ങലും കാട്ടാക്കടയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അരുവിക്കരയിൽ 49,000 വോട്ട് യു ഡി എഫിന് ലഭിക്കുമ്പോൾ എൽ ഡി എഫിന് 47,000 വോട്ടും എൻ ഡി എക്ക് 38,000 വോട്ടും. കാട്ടാക്കടയിലേക്ക് വരുമ്പോൾ 47,834 വോട്ട് നേടി അവിടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് CPM MLA ഉള്ള സ്ഥലത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എൻ ഡി ആണ്. അവിടെ യു ഡി എഫ് 2ാം സ്ഥാനത്തും എൽ ഡി എഫ് 3ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടു പോയത്. ഈ ഏറ്റവും അവസാനം തപാൽ വോട്ടിന്റെ കണക്കടക്കം നോക്കിയാൽ സാധാരണഗതിയിൽ ഏത് സർക്കാർ വന്നാലും അവിടുത്തെ ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിക്കുന്നതിൽ ഭൂരിപക്ഷം പേരും സർക്കാർ അനുകൂല സംഘടനയിൽപ്പെട്ടവരായിരിക്കും. കുറച്ചുപേർ സ്വാഭാവികമായും NGO യൂണിയനിലും NGO അസോസിയേഷനും ഉള്ളവരാവും മഹാഭൂരിപക്ഷം പേരെയും നിയമിക്കപ്പെട്ടിട്ടുണ്ടാവുക. അങ്ങനെ NGO സംഘിന് ആ തരത്തിലേക്കുള്ള സ്വാധീനം ഒന്നും എന്തായാലും സംഘടന എന്ന നിലയിൽ നമ്മുടെ ഉദ്യോഗസ്ഥർക്കിടയിലില്ല. പക്ഷേ ആ സംഘടനയിലൊക്കെ പെടുന്നവർ NGO യൂണിയനിലായാലും അസോസിയേഷനിലായാലും പെടുന്നവർ പലരും BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് 4,779 വോട്ട്. ആകെ സർക്കാർ ഉദ്യോഗസ്ഥരെ എടുക്കുമ്പോൾ അവർ ചെയ്ത വോട്ടുകളിൽ കണക്ക് നോക്കുമ്പോൾ എൽ ഡി എഫിന് നേരിയ മേൽക്കൈയൊക്കെ ഉണ്ട്, 5,651 വോട്ട്. അത് നേരിയ മേൽക്കൈ മാത്രമാണ്. യു ഡി എഫിന് 4,778 വോട്ട് കിട്ടുമ്പോൾ 4,770 യു ഡി എഫിനേക്കാൾ ഒരു വോട്ട് അധികം കിട്ടിയത് എൻ ഡി എക്കാണ് എന്നതുകൂടിയുണ്ട്. ഇവിടുത്തെ മറ്റൊരു കണക്കുകൂടി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട ഈഴവ മെജോറിറ്റി ഉള്ള പഞ്ചായത്തുകൾ, അത്തരം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ നോക്കേണ്ടതുണ്ട്. അതിലൊന്ന് വർക്കലയെ സംബന്ധിച്ചെടുത്ത് വർക്കല മുനിസിപ്പാലിറ്റിയിൽ BJP 1ാം സ്ഥാനത്ത് വരുന്നു. വർക്കല മുനിസിപ്പാലിറ്റിയിൽ 8,237 വോട്ടിന് BJPക്ക് ലഭിക്കുമ്പോൾ എൽ ഡി എഫിന് 7,146 വോട്ടും യു ഡി എഫിന് 5,975. യു ഡി എഫിനാണ് സ്വാഭാവികമായിട്ട് വോട്ട് കുറഞ്ഞത്. പക്ഷേ വർക്കല മുനിസിപ്പാലിറ്റി CPMന്റെ ശക്തി കേന്ദ്രത്തിൽ, CPMന്റെ വലിയ ശക്തി കേന്ദ്രത്തിൽ അവിടെ BJP 1ാം സ്ഥാനത്തേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ചെമ്മരുതിയിലെ പഞ്ചായത്തിന്റെ കണക്കെടുത്താൽ അവിടെ ഈഴവ മെജോറിറ്റി ഉള്ള ഒരു സ്ഥലം, ആ സ്ഥലത്ത് BJPക്ക് 7,513 വോട്ട്, എൽ ഡി എഫിന് 6,755 വോട്ട്, യു ഡി എഫിന് 4,630 വോട്ട്. അതിപ്പോൾ ചെറുന്നിയൂർ എടുത്താലും, വക്കം എടുത്താലും, മണമ്പൂർ എടുത്താലും, കടക്കാവൂർ എടുത്താലും, മുടാക്കൽ എടുത്താലും ഇതെല്ലാം തന്നെ ഈഴവ കമ്മ്യൂണിറ്റിക്ക് നിർണായക മെജോറിറ്റി ഉള്ള, അല്ലെങ്കിൽ അവിടെ എൽ ഡി എഫിന് നിർണായകമായ സ്വാധീനമുള്ള, ഇക്കാലം അത്രയും നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെയും അപൂർവം ചില ഘട്ടത്തിലൊഴികെ, ചില സാമുദായിക വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിലൊഴികെ മറ്റു ഘട്ടങ്ങളിലെല്ലാം തന്നെ അടിയുറച്ച ഇടത് വോട്ടുകളാണ്, അല്ലെങ്കിൽ ചെങ്കൊടി പിടിച്ച് പാരമ്പര്യമുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിലേക്കൊക്കെ BJP കടന്നു കയറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വോട്ടിന്റെ വ്യതിയാനം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈഴവ വോട്ട് ബാങ്കിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഇത്ര കാലവും ഉണ്ടാവാതിരുന്ന ഒരു ഷിഫ്റ്റാണ് BJPക്ക് അനുകൂലമായി ഉണ്ടായിരുന്നത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട ഈ ഘടകങ്ങൾ. ഈഴവ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ വേണ്ടി BJP ഉയർത്തുന്ന തന്ത്രപരമായ നീക്കങ്ങൾ, അതോടൊപ്പം തന്നെ ഈഴവ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു കയറാൻ BDJS പോലെ ഒരു സംഘടന ഉണ്ടാക്കി ഏതെങ്കിലും തരത്തിലൊരു അതിർത്തി ഈഴവ സമുദായത്തിനും BJPക്കും സംഘപരിവാരത്തിനും ഇടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ അതിർത്തി പൊളിക്കാൻ എന്നുള്ള ഒരു ദൗത്യം BJP സമർത്ഥമായി ഏൽപ്പിച്ചത് BDJSനെയാണ്. ആ BDJS സ്വയം വളർന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള അകൽച്ച ഒഴിവാക്കാൻ BJPയെ സംബന്ധിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള 2 നേതാക്കൾ V മുരളീധരനെയും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനെയും BJPയുടെ നിർണായക സ്ഥാനത്തേക്ക് എത്തിച്ചാൽ മഹാഭൂരിപക്ഷം മുന്നോക്ക സമുദായങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് ആ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം പേരുടെയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കൃത്യമായി അങ്ങനെ ഒരു സമുദായത്തിൽപ്പെട്ട 2 പേരെ വെക്കുന്നു. അങ്ങനെ വെക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഭാവിയിൽ അവർ ലക്ഷ്യമിട്ടത്, അല്ലെങ്കിൽ എത്രയോ കാലം മുമ്പ് BJP ലക്ഷ്യമിട്ടത് ഈ ഈഴവ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ്. അത് ഒരു പരിധിവരെ ഇപ്പോൾ സാധ്യമായിരിക്കുന്നു. CPM അത് തിരിച്ചറിയുകയും അത് തിരുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് CPM ഇപ്പോൾ നിൽക്കുന്നത്. യെസ്, അതാണ് കിരൺ സൂചിപ്പിച്ചത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് ചോർച്ചയും അതും അതിൻ്റെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് ചിത്രം കൂടിയാണിത്. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി അരുൺ, ഒരു കാര്യം കൂടി, ഈ CPMന് നഷ്ടമായ ഈ വോട്ടുകൾ തിരികെ കൊണ്ടുവരാൻ എന്ത് കർമ്മ പദ്ധതിയാണ് ഇവർക്ക് മുന്നിലുള്ളത്? കാരണം കോൺഗ്രസിലേക്ക് ചോരുന്ന വോട്ടുകൾ പോലെയല്ല, അത് BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന വിമർശനം നേരത്തെ G സുധാകരൻ അടക്കം ഉന്നയിച്ച ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു യാഥാർത്ഥ്യം CPM തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനം CPM ഇത് ആറ്റിങ്ങലിലും ആലപ്പുഴയിലും മാത്രം ഒതുക്കി കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതിനപ്പുറത്തേക്ക് ഈഴവ സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട്. അത് ആലത്തൂരായാലും ഇടുക്കിയായാലും അത്തരത്തിലുണ്ട്. മലബാറിൽ തീയ വിഭാഗങ്ങളാണ് ഈഴവ, അല്ലെങ്കിൽ അതിന് തുല്യമായ വോട്ടുകൾ തീയ വിഭാഗത്തിലെ വോട്ടുകളാണ്. അത് വടകരയിലും കണ്ണൂരും കാസർഗോഡും അടക്കം വലിയ ചോർച്ചയുണ്ടായെന്ന് CPM വിലയിരുത്തുന്നുണ്ട്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഈഴവ തീയ വോട്ടുകൾ ഞങ്ങൾക്ക് നഷ്ടമായി എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അത് തിരികെ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിൽ ശ്രീനാരായണ ഗുരുദർശനങ്ങൾ ഊന്നി പ്രവർത്തിക്കുന്ന സംഘടനയാണ് SNDP യോഗം. അതിന്റെ നേതൃത്വം നൽകുന്ന ആളുകൾ
സംഘപരിവാർ അജണ്ടകളിലേക്ക് സംഘപരിവാർ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നു. അതിനെ തടയാനുള്ള നടപടികളാണ് ആദ്യം CPM സ്വീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഇന്നലെ കടന്നാക്രമിച്ച് CPM സംസ്ഥാന സെക്രട്ടറി രംഗത്ത്. നമുക്ക് 2016 BDS രൂപീകരണ സമയത്ത് തെരഞ്ഞെടുപ്പ് തൊട്ടുമോ BDS രൂപീകരിക്കുമ്പോൾ വലിയ ആശങ്കയോടെ CPM അതിനെ കണ്ടതാണ്. അന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ മൈക്രോ ഫിനാൻസ് ആരോപണം ഉന്നയിച്ച VS അച്യുതാനന്ദൻ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടാണ് ആ നീക്കത്തെ പ്രതിരോധിച്ചത്. അന്ന് ഒരു പരിധിവരെ CPMന് ആ രീതിയിലുള്ള വോട്ട് നഷ്ടമുണ്ടാകാതെ, അതുകൊണ്ടാണ് ഇപ്പോഴും സമാനമായ നീക്കമാണ് CPM നടത്തുന്നത്. വെള്ളാപ്പള്ളി നടേശനെതിരെ തന്നെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് അങ്ങനെ പോകാൻ പാടില്ല, ശ്രീനാരായണ ദർശനങ്ങളിൽ ഊന്നി പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനം ഇത്തരത്തിൽ വർഗീയ ശക്തികൾക്കൊപ്പം പോകാൻ പാടില്ലെന്നൊരു സന്ദേശം അത് ആ രീതിയിൽ രാഷ്ട്രീയമായി നടത്തുമ്പോൾ തന്നെ ഈ വിഭാഗങ്ങളിലെ മതേതര മനസ്സുകളുള്ളവർ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കണമെന്നൊരു അഭ്യർത്ഥനയും CPM സംസ്ഥാന സെക്രട്ടറി വയ്ക്കുന്നുണ്ട്. ആ വിഭാഗങ്ങളുമായി കൂടുതൽ ചർച്ചയ്ക്ക് CPM തയ്യാറാകും. ആ വിഭാഗങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനുള്ള പ്രവർത്തനങ്ങൾ CPM നടത്തും. ഇന്നലെ മന്ത്രിസഭാ വകുപ്പ് മാറ്റമൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായും BN വാസവന് ഒരു വകുപ്പ് കൂടി, പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൂടി നൽകിയതും അങ്ങനെ യാദൃച്ഛികമെന്ന് കരുതാൻ വയ്യ. ഈഴ വിഭാഗം CPM അകലുമെന്ന് തോന്നുമ്പോൾ അവിടെ BN വാസവൻ എന്ന ആ സമുദായത്തിൽ നിന്നുള്ള നേതാവിന് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൂടി കൊടുത്തുകൊണ്ട്, അതും ദേവസ്വത്തോളം പ്രധാനപ്പെട്ട വകുപ്പാണ് കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നമുക്ക് വ്യക്തമാണ്. ശബരിമല പ്രവേശനത്തിനും മറ്റും ശേഷം അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ നടത്തും. അതിനപ്പുറത്തേക്ക് ആ വിഭാഗങ്ങളിലെ സാധാരണക്കാരിലേക്ക് ഇറങ്ങാനുള്ള കൂടുതൽ പരിപാടികൾ CPM ആസൂത്രണം ചെയ്യുന്നുമുണ്ട്. അതൊക്കെ കീഴ്ഘടകങ്ങളിലെ ചർച്ചകളിൽ അവിടെ നിന്ന് നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാകും അത്തരം കൂടുതൽ നടപടികളിലേക്ക് CPM കടക്കുക. യെസ്, അതാണ് CPMന്റെ ഈഴവ വോട്ടുകൾ എങ്ങനെ ചോർന്നു എന്ന പരിശോധനയാണ് നമ്മൾ നടത്തിയത്. മാറിയ വോട്ട് കണക്കുകൾ, ഒപ്പം ഓരോ മണ്ഡലങ്ങളിലെയും സ്വാധീനവും നഷ്ടമായ വോട്ടുകളും അതിന്റെ കണക്കുകളാണ് നമ്മൾ പരിശോധിച്ചത്. എന്തായാലും ഈഴവ വോട്ടുകളെ തിരികെ കൊണ്ടുവരാൻ CPM ലക്ഷ്യമിടുന്ന കർമ്മ പദ്ധതി അതിന്റെ പരിശോധനയിലേക്ക് കടക്കുമ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന ഒരു പക്ഷേ അതിന്റെ തുടക്കമായി മാറിയേക്കാം. പക്ഷേ ഇരുത്തി ചിന്തിപ്പിക്കുന്ന CPM മുന്നിൽ കാത്തിരിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. പട്ടികജാതി വിഭാഗത്തിന് ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു പ്രതിനിധിയില്ല എന്ന ചോദ്യമാണ്. 10% വരുന്ന ഈ വോട്ട് ബാങ്കിനെ CPM എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? ഒരു വശത്ത് ഓട്ടയടയ്ക്കുമ്പോൾ മറ്റൊരു വശത്ത് വലിയൊരു ഓട്ട രൂപപ്പെടുന്നു എന്ന ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ തിരുത്തൽ രേഖ ശരിയായ അർത്ഥത്തിൽ മുന്നോട്ട് പോകുമോ എന്ന് കാലം തന്നെ തെളിയിക്കേണ്ടി വരും. നമുക്കും കാത്തിരിക്കാം.